ഹായ് കൂട്ടുകാരെ, ഇതെന്താന്ന് നോക്കിയേ. നല്ല ഏത്തപ്പഴവും അരിപ്പൊടിയും ശർക്കരയും ജീരകവും ഏലക്കായും എല്ലാം ഇട്ടുണ്ടാക്കിയ ഒരു കലക്കൻ ഒരു പഴം കൊഴുക്കട്ട. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. വായോ. പഴം കൊഴുക്കട്ട ഉണ്ടാക്കുവാനായിട്ട് നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക നന്നായിട്ട്. അതൊന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. അത് ചില പൊടിയൊക്കെ ഉണ്ടാവും, അരിച്ച് മാറ്റണം. മാറ്റിയതിന് ശേഷം സെയിം പാനൊന്ന് കഴുകിയതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് ഓണാക്കി ഇതൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് സെറ്റായി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശർക്കരപ്പാനി എല്ലാം ഒന്ന് നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഏത്തക്കായാണ് നന്നായി പഴുത്ത് അന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഇതുണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യുക കേട്ടോ. നന്നായി പൊടിച്ചെടുക്കുക. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം മതിയാവില്ല എന്ന് കുറച്ചുകൂടെ ഒഴിക്കണം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് അടച്ചു വയ്ക്കുക. അതൊന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ ശർക്കരയും തേങ്ങയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് ബോൾ രൂപത്തിലാക്കി പിടിച്ച് വയ്ക്കുക, മാറ്റി വയ്ക്കുക. അതിനുശേഷം മാവെടുത്ത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു ലെവലിൽ എടുത്തതിന് ശേഷം ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് ബോൾ രൂപത്തിലാക്കി അതിൻ്റെ സെൻറ്ററിലേക്ക് കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുക. നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്യുന്നേക്കാൾ നന്നായിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നല്ല റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് ഏകദേശം 20 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.